നമ്മുടെ സമ്മേളനം തുടങ്ങിയിട്ടില്ല. സമ്മേളനത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മം മാത്രമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ ആവേശം ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് എന്തൊക്കെയുണ്ട് അതിൻ്റെ ആ ഒരു വലിയൊരു ആവേശമാണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റി ഒരുപാട് ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ആൾക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു തുടക്കം തന്നെ എങ്ങനെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ്, ഈ സമ്മേളനം പ്രഖ്യാപിച്ച അന്ന് മുതൽ ബാംഗ്ലൂർ മുതൽ പ്രഖ്യാപന സമ്മേളനം ബാംഗ്ലൂരായിരുന്നു. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് ബാംഗ്ലൂരിൻ്റെ പ്രഖ്യാപന സമ്മേളനം നടന്നത്. തുടർന്ന് നടന്നിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും, ഏറ്റവും അവസാനത്തെ തഹിയ, ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഈ കാൽനാട്ടൽ കർമ്മം, ഈ നഗരിയിൽ ഒരു നിലക്കും നമ്മൾ ഇത്ര ഒരു ജനക്കൂട്ടം ഇവിടെ വരും എന്നും പ്രതീക്ഷയില്ല. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉലമാക്കളും ഉമറാക്കളും സാദാത്യങ്ങളും നമ്മുടെ സംഘടനാ നേതാക്കളും പ്രവർത്തകരും എല്ലാം ആരും പ്രത്യേകം ക്ഷണിച്ചിട്ടൊന്നുമില്ല. സയ്യിദുലമ മെനിയാന്നിങ്ങനെ നമ്മുടെ തയ്യയുമായി ബന്ധപ്പെട്ട ഓൺലൈനിലൂടെ ഇവിടെ നിന്ന് കാൽനാട്ടൽ കർമ്മം ഉണ്ട് എന്നൊരു അറിയിപ്പ് ഉണ്ടായി. ആരും ബുദ്ധിമുട്ടായി വരണോളോ എന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ഇരിക്കുന്ന ഇസ്മായിൽ കുഞ്ഞാജി അടക്കം ആലപ്പുഴയിൽ നിന്ന് അവിടെ എത്തിയത്, വിദ്യാഭ്യാസ ബോർഡ് മെമ്പറാണ്. ഇങ്ങനെ ഒരുപാട് നേതാക്കൾ ആരെയും ക്ഷണിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഈ സമ്മേളനത്തിൻ്റെ വമ്പിച്ച വിജയം വിളംബരം ചെയ്തുകൊണ്ടാണ് ഈ കാൽനാട്ടൽ കർമ്മം ഈ വിശാലമായ മൈതാനത്ത് ഇന്ന് സയ്യിദുലമ നിർവഹിച്ച MT ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ അൽഹംദുലില്ലാഹ് മുശാവറങ്ങളെല്ലാം ഏറെക്കുറെ ഉണ്ടായിരുന്നു ഇവിടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ AV ഉസ്താദ് നമ്മുടെ കൂടെ ചേർന്നുണ്ട്. ഉസ്താദെ, ഈ ഒരു തുടക്കം തന്നെ ഘനഗംഭീരമായി. അൽഹംദുലില്ലാഹ് വലിയ തുടക്കമാണ്. കാരണം സയ്യിദുൽ ഉലമയാണല്ലോ ഞങ്ങളുടെ നേതാവ്. സയ്യിദുൽ ഉലമ തൊട്ടതെല്ലാം പൊന്നാണ്. തൊറ്റതെല്ലാം പൊന്ന. ഇത് ഈ പരിശുദ്ധമായ സമ്മേളനത്തിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തി. അതേപോലെ തന്നെ തഹിയ ഫണ്ട് ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചു, അതിന് നാമകരണം ചെയ്തു. എല്ലാം പൂർണ്ണ വിജയത്തിലാണ് അള്ളാഹു കലാശിപ്പിച്ചത്. അതേപോലെ ഇതും സ്വർണത്തേക്കാളുപരി ഒരു തങ്കമായി സമ്മേളനമെല്ലാം പര്യവസാനിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അള്ളാഹു താല അവരുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെയും ജാഹ് ബറക്കത്ത് കൊണ്ട് ഏറ്റവും അധികം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ചരിത്ര സംഭവമായി ഈ സമ്മേളനം വിജയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇയാളാണ് ഇവിടുത്തെ ഞങ്ങളെ നേതാവ്, അറിയില്ലേ? ഈ ഒരു സമ്മേളനം, ഈ ഒരു ആൾക്കൂട്ടവും ഈ ഒരു തുടക്കം തന്നെ കണ്ടിട്ട് എന്താ അവസ്ഥ പറയാനുള്ളത്? ഇതൊന്നും അല്ല നമ്മൾ എന്ന് തുടങ്ങിയത്. നമ്മളിവിടെ ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു. അന്നൊക്കെ തന്നെ ആളെ വീർപ്പ് മുട്ടുന്നതിലുണ്ടായിരുന്നു. നമ്മൾ എവിടെ തുടങ്ങി കൊടുത്താൽ വീർപ്പ് മുട്ടാത്തത്? ദുബായിൽ തുടങ്ങി, പിന്നെ ഇവിടെ ഒമാനിൽ തുടങ്ങി. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും തുടങ്ങുന്നിടത്തൊക്കെ ആൾക്കാരെന്താണെന്നറിയാതെ ഏറ്റെടുക്കുകയാണ്. നമ്മളാരും മാണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് കർണാടകരെ സംബന്ധിച്ച് ഞാൻ പറയലുണ്ട്. കർണാടകക്കാർ പറഞ്ഞത് ഞങ്ങൾ ഏറ്റെടുത്തോളാം സമ്മേളനം, നിങ്ങളൊക്കെ വേണമെങ്കിൽ കാണാൻ വന്നോളി എന്നാണ് പറഞ്ഞത് ഞാൻ പറയലുണ്ട്. എന്നതുപോലെ ഏത് സ്ഥലത്ത് വന്നാലും ഇങ്ങനെ ആൾക്കൂട്ടം കണ്ടിട്ട് നമ്മൾ എന്താണ് പഠിച്ചോനെ, ഇത് അള്ളാഹിൻ്റെ ദീനാണ്, അള്ളാഹിൻ്റെ ദീനിനെ അള്ളാഹു തആല സഹായിക്കും എന്ന് പറഞ്ഞാൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും എന്ന് പറഞ്ഞില്ലേ? അള്ളാഹിൻ്റെ ഭാഗത്ത് നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ ആ സംഗതി നമ്മൾ കാണുന്നില്ല, അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈമാൻ വർദ്ധിക്കുകയാണ്. അള്ളാഹു തആല ആ നിലയ്ക്ക് ഈ മാർഗത്തിൽ തന്നെ എല്ലാ നിലക്കും നമ്മുടെ ആരോഗ്യമൊക്കെ അതിനു വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെ തഹിയ്യ, അത് പറഞ്ഞാൽ അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സലവാത്തു നബി അള്ളാഹ്ക്ക് കൊടുത്ത് സമർപ്പിച്ചതാ. മിറാജിന് പോയപ്പോഴേ അള്ളാഹുവിനെ കാണുമ്പോൾ കൊടുത്ത സമ്മാനം എന്താണ്? അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സലവാത്തു തയ്യിബാത്തിലില്ല. അത് നമ്മളിവിടെ കണ്ടില്ലേ? ആ തഹിയ്യാത്ത് നമ്മൾ നിർത്താൻ പറഞ്ഞിട്ട് നിന്നില്ല. അതാ അപ്പോൾ പറഞ്ഞത്. ഇന്നലെ നിർത്താന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നിന്നില്ല. ആൾക്കാർ വരിക, അപ്പം ഇങ്ങനെ കയ്യിൽ തരാനും മറ്റേക്ക് തരാനും ഒക്കെ ആൾക്കാർ. ഇത് ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു. ജനങ്ങളുടെ ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്. അതുകൊണ്ട് നമ്മളാരും ഇതിനെന്താക്കണ്ട, ഇതിന് പിന്നെ മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ മെനക്കെണ്ടെന്നല്ല, നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ കൊണ്ട് അത് നടക്കുന്നതെന്ന് വിചാരിക്കേണ്ടെന്ന് അർത്ഥം. അള്ളാഹു തആല നടത്തും ഇൻഷാ അല്ലാഹ്, അത് വിജയിപ്പിക്കും. അതുപോലെ തന്നെ ഈ പ്രദേശക്കാർ, പ്രത്യേകിച്ച് ഇബ്രാഹിം ഹാജിയും കുടുംബത്തിനും അതുപോലെ ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു തആല അതിൻ്റെതായ തക്കതായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ തന്നെ അള്ളാഹു തആല ഇതിൻ്റെ പ്രതിഫലം ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. അത്ഭുതങ്ങളും കറാമത്തുകളും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കുണിയയിലേക്ക് വരാം. അത്രേ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഇത് ചെയർമാനാണ് ഈ പന്തൽ കമ്മിറ്റിൻ്റെ. ഇത് കൺവീനറാണ്. ഇത് വൈസ് ചെയർമാനാണ്. ഇവർ രണ്ടാളും വൈസ് ചെയർമാനാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇത് ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അൽഹംദുലില്ലാഹ് ഇവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നേതൃത്വം നൽകി. ഇതെല്ലാം തന്നെ
വേണ്ട നേതൃത്വം നൽകുന്നത്. ഇൻഷാ അള്ളാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. എങ്ങനെ ഉസ്താദെ, എങ്ങനെ പന്തൽ കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ വലിയൊരു 10-30,000 ആളുകൾ ഇവിടെ വരികയാണ്. ഇതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ആയോ? ഇൻഷാ അള്ളാ തുടങ്ങിയത് മുതൽ ഇതുവരെ നിരന്തരമായി ബഹുമാനപ്പെട്ട നമ്മൾ ഇബ്രാഹിം ഹാജിൻ്റെയും അതുപോലെ തന്നെ മുംബൈ ഹാജിക്കാൻ്റെയും നേതൃത്വത്തിൽ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും നടന്നു. അതിനുള്ള എല്ലാ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ, അതിന് ഭക്ഷണം മുഴുവൻ ചിലവ് ഇബ്രാഹിം ഹാജിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ തുടങ്ങിയത് മുതൽ 8-ാം തീയതി വരെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പന്തലിൻ്റെതും അതുപ്രകാരം തന്നെ സ്റ്റേജിൻ്റെ ആളുകളൊക്കെ വന്ന് അവരൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തികളും സ്വീകരിക്കുമാറാകട്ടെ, ഖൈർ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഭക്ഷണത്തിൻ്റെ ഇബ്രാഹിം ഹാജിക്കയെ കുറിച്ച് പറയുമ്പം ഹാജിക്ക നമ്മളുടെ ഒരു പ്രവർത്തകനെ പോലെ ഇവിടെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം അല്ലേ ഇബ്രാഹിം ഹാജിക്ക? ഭക്ഷണം പറഞ്ഞ് കേരളത്തിൽ കാസർഗോഡ് ജില്ല അടിക്കുന്ന ഭക്ഷണം കിട്ടൂല. അത് നമുക്ക് 4-ാം തീയതി കണ്ടറിയാം, 8-ാം തീയതി. ആജിക്കയുടെ ഒരു ശൈലി, ഈ സംസാരം തന്നെയാണ് ഒരു കാസർഗോഡൻ സംസാരത്തിൽ ഏറ്റവും തമാശയും നർമ്മവും ഒക്കെ അദ്ദേഹത്തിലുണ്ട്. ആ ഒരു വ്യത്യസ്തത ഭക്ഷണത്തിന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? പിന്നെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് അടിക്കുന്ന ഭക്ഷണം ഇവിടെ കിട്ടുമോ? തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ബിരിയാണിയാണത്. അടിച്ച് പറയും. ഏതായിരുന്നാലും പന്തൽ ഓക്കെ. നമ്മുടെ പന്തലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായി ഇതിൻ്റെ ഓരോ എസ്റ്റിമേറ്റ് തുകയും അതുപോലെ ആദ്യമായി അതിൻ്റെ ഇത് ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ മാപ്പ്, സ്ഥലത്തിൻ്റെ മാപ്പാണ് സംസ്ഥയുടെ 2ാമത്തെ സ്വാഗത സംഘത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥയുടെ മേൽഘടകം അതിന് നല്ലൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എക്സ്പോന് വേണ്ടിയും ഒരു 10 ദിവസത്തെ എക്സ്പോ ഉണ്ട് നമ്മുടെ സമ്മേളനത്തോട് അനുബന്ധിച്ചിട്ടുള്ള, അതിനുള്ള ഒരു എസ്റ്റിമേറ്റ്, അതുപോലെ ക്യാമ്പിനുള്ള എസ്റ്റിമേറ്റ്, പൊതുസമ്മേളനത്തിലുള്ള എസ്റ്റിമേറ്റ്, 3 ഷെഡ്യൂൾ പ്രകാരമാണ് ഈ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ക്യാമ്പിൻ്റെ കോൺട്രാക്ടറായി ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത് ഗ്രീൻ ഹൂപ്പർ എന്ന മലപ്പുറമുള്ള സ്ഥാപനമാണ്. അവർക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാ അവർ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി ആരംഭിക്കും. നമുക്ക് ജനുവരി 27-ാം തീയതി ഇതിൻ്റെ കംപ്ലീറ്റ് ക്യാമ്പിൻ്റെ നമുക്ക് ലൈറ്റിങ്ങും ബാക്കിയുള്ള എല്ലാം അവർ ടെസ്റ്റ് ചെയ്ത് തരണം എന്നാണ് അവരോട് അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ അത് പ്രകാരം അവർ ചെയ്യും. നമുക്ക് ഫെബ്രുവരി 4 മുതലാണ് ഇതിൻ്റെ ക്യാമ്പിൻ്റെ ഇവിടെ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാ അത് പ്രകാരം നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാവരുടെയും പ്രാർത്ഥനയും ആത്മാർത്ഥമായുള്ള പ്രവർത്തനം വേണ്ടി വരും. ഇൻഷാ അല്ലാ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷയുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ചെറിയൊരു മഴ കോളൊക്കെ ഇവിടെയുണ്ട്. എനിക്ക് കുറ്റ്യാടിയിൽ നിന്ന് ഒരാൾ ഈ ഒരു സമ്മേളനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ അങ്ങനെ ആരും വരണ്ട, അങ്ങനെ വലിയൊരു അനൗൺസ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ കുറ്റ്യാടിയിൽ നിന്ന് വളരെ പ്രായം ചെന്ന ഒരാൾ ഇതിനു വേണ്ടി മാത്രം വണ്ടിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. കുറ്റ്യാടിയിൽ എവിടെയാണ്? കുറ്റ്യാടിയിൽ വേളം പഞ്ചായത്തിലാണ്. പള്ളിയത്ത്. എന്താ ഇവിടെ അങ്ങനെ വലിയൊരു അനൗൺസ് ഒന്നും ചെയ്തിട്ടുള്ള പരിപാടിയല്ല. എന്താ ഇങ്ങനെ ഇങ്ങോട്ട് സമ്മേളനത്തിന് വന്നാൽ പോരെ? വരുവാന്ന് പറഞ്ഞാൽ സമ്മേളനം മാത്രമല്ലല്ലോ, അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും സമസ്തനെ സ്നേഹിക്കുമ്പോഴുള്ള ഒരു എന്തായാലും പറയുക, എല്ലാത്തിനേക്കാളും കൂടുതൽ സമസ്തയോട് ആണ് ഇപ്പോൾ ഉള്ള ആഭിമുഖ്യം. അതുകൊണ്ട് തന്നെയാണ് വന്നത്. അപ്പോൾ സമ്മേളനത്തിലൊക്കെ നേരത്തെ കാലത്ത് 5 ദിവസം ക്യാമ്പിലൊക്കെ പങ്കെടുക്കും? ഉണ്ട്. ക്യാമ്പിലൊക്കെ ഉണ്ടാവും. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതാണ് ആവേശം. അപ്പോൾ ആ ആവേശം നമുക്ക് സമ്മേളനത്തിലും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഇവിടെ ചെറിയൊരു മഴ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈൻ ഓഫ്.